എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 7 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് ശാന്തമായി നമ്മുടെ ഹൃദയത്തിലേക്ക് കയറത്തക്ക രീതിയിൽ നമുക്ക് ശാന്തമായി വായിക്കാം. ഹല്ലേലൂയ. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയമായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുന്ന് നിയമിക്കുകയും ചെയ്തുവല്ലോ. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ രക്തത്തിൻ്റെ വീണ്ടെടുപ്പ് അനുഭവിച്ച പ്രിയപ്പെട്ടവരാണ് ഇന്ന് പകൽക്കാലം ഈ കർത്തൃമേശയിൽ നിന്ന് കരങ്ങൾ നീട്ടുവാൻ തയ്യാറായി ഇതിൻ്റെ അകത്ത് കടന്നു വന്നിട്ടുള്ളത്. ആർക്കിൽ നിന്ന് കരങ്ങൾ നീട്ടാം? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ടവർക്കുള്ളതാണ് കർത്താവിൻ്റെ മേശയെന്ന് ഞാൻ ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുന്നു. കർത്തൃമേശ നിങ്ങളുടെ അടുക്കിലേക്ക് വരുമ്പോൾ ബഹുമാന സൂചനവുമായി എഴുന്നേറ്റ് നിന്നിട്ടോ അല്ല മുട്ടിലിരുന്നോ വേണം ഇതിൽ നിന്ന് കരങ്ങൾ നീട്ടുവാനെന്ന് ആദ്യം തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നാം വായിച്ച ഈ വേദഭാഗത്തിൽ 1-2 വാക്യങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ അല്ലെ ഇന്ന് പൽക്കാലം ഹല്ലേലൂയ എൻ്റെ മുൻപിൽ കടന്നു വന്ന അതുകൊണ്ട് 1-2 ചിന്തകൾ ആ ഭാഗങ്ങളിൽ നിന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, നാം തൻ്റെ സന്നദ്ധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. അങ്ങനെ വിശുദ്ധരും നിഷ്കളങ്കരുമായവർക്ക് അനുഭവിപ്പാനുള്ളതാണ് കർത്തൃമേശ. പ്രൈസ് ദി ലോർഡ്. ചില സാമുദായിക ചർച്ചകൾ പഠിപ്പിക്കുന്നത് പോലെ ഇത് പാപമോചനത്തിനുള്ളതല്ല, പാപം മോചിക്കപ്പെട്ട വിശുദ്ധന്മാർക്കുള്ളതാണ് കർത്താവിൻ്റെ മേശ എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഇത് കർത്താവിൻ്റെ മേശയാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലേ? കർത്താവിൻ്റെ മേശ. നമുക്കറിയാം, സമാഗമന കൂടാരത്തെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ കാഴ്ചയപ്പം കൊണ്ടുവെക്കുന്ന മേശ എവിടെയുണ്ട്? പ്രൈസ് ദി ലോർഡ്. പല ഭാഗങ്ങളിലും പഴയമത്തിൽ അപ്പവും വീഞ്ഞുമൊക്കെ കൊടുത്ത് പലരെയും ആദരിക്കുന്ന അല്ലെ വിരുന്നുകളെ കുറിച്ച് നമ്മൾ ഒത്തിരി ഭാഗങ്ങളിൽ വായിക്കാറുണ്ട്. യുദ്ധം ജയിച്ചു വന്ന അബ്രഹാമിന് മൽക്കിസദേക്ക് എന്ന് പറയുന്ന ഹല്ലേലൂയ രാജാവ് രാജാവ് ശാലേം രാജാവായി മൽക്കിസദേക്ക് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു അല്ലേ? അബ്രഹാമിന് മുൻപിൽ വീഞ്ഞും അപ്പവുമായി വന്നവനെ എതിരേറ്റു. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം ജയിച്ചു വന്നത് വ്യക്തിയാണ്. 4 രാജാക്കന്മാരെ തോൽപ്പിച്ച് ഹല്ലേലൂയ അവരുടെ ആ കൊള്ളമുതലുകളെല്ലാം കൈക്കലാക്കി വന്ന അബ്രഹാം ജയിച്ചു വന്നവനെ എതിരേറ്റിട്ടാണ് അപ്പവും വീഞ്ഞും കൊടുത്തവനെ പ്രൈസ് ദി ലോർഡ് എതിരേൽക്കുവാൻ ഇടയായി തീരുന്നത്. ഇത് ജയിച്ചു വരുന്ന വിശുദ്ധന്മാർക്കുള്ള അവകാശമാണ് കർത്താവിൻ്റെ മേശ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇത് പൽക്കാലം ആത്മീയ ജീവിതത്തിൽ വിജയത്തോടെ ജീവിക്കുന്ന ദൈവമക്കൾ വിശുദ്ധിയോടെ നിന്ന് കരങ്ങൾ നീട്ടിയാൽ ഈ ജീവനും ചൈതന്യവുമായി നമ്മിലേക്ക് മാറ്റപ്പെടുവാനായിട്ട് ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 25-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം കൂടെ നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവചനം 25-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. ആമീൻ. സകല ജാതികളുടെ മേൽ ഉണ്ടായിരുന്ന മൂടുപടം ഈ പർവ്വതത്തിൽ വെച്ച് ദൈവം മാറ്റിക്കളയും. ആ പർവ്വതം ഏതാണ്? ഒത്തിരി ഉയരമുള്ള പർവ്വതമല്ല, അത് കാൽവറി മലയാണ്. പ്രൈസ് ദി ലോർഡ്. മട്ടൂറ്റി വീഞ്ഞുകൊണ്ട് ദൈവം നൽകിയ സാധുഭോജനം ആ കാൽവറിയിൽ നോക്കാമെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയും. അത് ഹല്ലേലൂയ ജാതികളായിരുന്ന നമ്മുടെ അല്ലെ കണ്ണുകളെ പ്രകാശിപ്പിക്കുവാൻ നമ്മുടെ മേലുള്ള മൂടുപടം മാറ്റപ്പെട്ട ആ മലയിൽ വെച്ച് കർത്താവ് നമുക്കൊരുക്കിയ മേശയാണിത്. പ്രൈസ് ദി ലോർഡ്. ദൈവം നൽകുന്ന സന്തോഷത്തിൻ്റെ മേശയാണ് ഈ കർത്തൃമേശ. ഇത് 2 കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ള സത്യമാണ്. 1 കർത്താവിൻ്റെ ക്രൂശ് മരണവും, 2 നമുക്ക് പ്രത്യാശ നൽകുന്ന കർത്താവിൻ്റെ 2-ാം വരവും. ഹല്ലേലൂയ. ഇതുവരെ നമ്മുടെ കർത്താവ് വന്നിട്ടില്ല,
താമസമിന കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് മടങ്ങി വരുമെന്നുള്ള അതിൻ്റെ തെളിവ് കൂടിയാണ് ഈ കർത്തൃമേശ നമ്മുടെ മുൻപിലിരിക്കുന്നത്. ഈ ഉള്ള മൂടുപടം സകല ജാതികളുടെ മേൽ കിടക്കുന്ന മറവും ഈ പർവ്വതത്തിൽ വെച്ച് നശിപ്പിച്ചു കളയും. അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തൻ്റെ ജനത്തിൻ്റെ നിന്ന സകല ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. യഹോവയല്ലോ അരുളി ചെയ്യുന്നത്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നതിന് 500 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ ആ ദർശനം മുൻപിൽ കണ്ടുകൊണ്ട് പ്രവചിക്കുകയാണ്. പർവ്വതത്തിൽ വെച്ച് അവൻ നമുക്കൊരു മേശ ഒരുക്കും. ആ മേശയാണ് ഈ കർത്തൃമേശ. ഇതിൽ നിന്ന് കരങ്ങൾ നീട്ടുവാൻ ദൈവം നമുക്ക് തന്ന നല്ല ഭാഗ്യപദവിക്കായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയില്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയില്ലയോ? അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. ദൈവമക്കളെ, ഈ മേശ കാണിക്കുന്നത് നമ്മൾ തമ്മിലുള്ള കൂട്ടായ്മയാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായത് ഈ അനുഗ്രഹപാത്രം എന്താണ്? ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയില്ലയോ? ഇപ്പൊ ദൈവം നമുക്കൊരുക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഈ കർത്തൃമേശ എന്നുള്ളത്. മനസ്സിലായോ? കർത്താവ് നമ്മളെ ക്ഷണിച്ച് നമ്മുടെ മുൻപിൽ വെക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ വെക്കുന്ന ഒരു വസ്തുവാണ് കർത്തൃമേശ. ഈ അപ്പവും വീഞ്ഞും. അങ്ങനെയെങ്കിൽ നമ്മൾ ഒരാളിനെ ക്ഷണിച്ചിട്ട്, ഒരു വിരുന്നിന് ക്ഷണിച്ചിട്ട് നമ്മൾ പ്രസൻസ് ആകാതിരിക്കുവോ? അല്ലേ? നമ്മൾ ഒരാളിനെ വ്യക്തിയെ ക്ഷണിച്ചാൽ ആ വ്യക്തി വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പോയി ആ കൂട്ടായ്മയ്ക്കുണ്ടാകും. അതുകൊണ്ട് ഇന്ന് പൽക്കാലം ഇന്ന് കരങ്ങൾ നീട്ടുമ്പോൾ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നാം ഓർക്കണം, നമ്മളെ ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം സർവശക്തൻ നമ്മുടെ മധ്യേ ഉണ്ട്. ഹല്ലേലൂയ. ആ ദൈവവുമായുള്ള കൂട്ടായ്മയാണ് ഈ കർത്തൃമേശ. ആ ഒരു ചിന്തയോട് ഇത് പൽക്കാലം നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്താൽ ആ വലിയ ദൈവസാന്നിധ്യം ശരീരങ്ങൾ മേൽ അനുഭവിപ്പാൻ ഇടയായിത്തീരും. ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിച്ച വേദഭാഗത്തേക്ക് വരാൻ ഞാൻ എല്ലാ ഭാഗങ്ങളും വിശദീകരിക്കുന്നില്ല. അതിൻ്റെ അടുത്ത ഒരു പദം അവിടെ ഉള്ളത്, നമ്മളെ തിരഞ്ഞെടുത്തു പ്രസാദപ്രകാരം ക്രിസ്തുയേശു മുഖാന്തരം നമ്മളെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുന്നറിയിക്കുകയും ചെയ്തു. അപ്പം മുൻനിർണയം എന്നുള്ള ഭാഗത്തിലേക്ക് ഞാൻ ഇന്ന് പൽക്കാലം കടക്കുന്നില്ല, നമ്മുടെ മുൻപിൽ സമയമില്ലാത്തത് കൊണ്ട് മാത്രം. പക്ഷേ നമ്മളെ ദത്തെടുത്തിരിക്കുക, ദത്തെടുത്ത ദൈവത്തിൻ്റെ കൃപയ്ക്കായാണ് നമ്മളിത് പൽക്കാലം എത്ര നന്ദിയുള്ളവരായിരിക്കണം. നമ്മളാരും ആ കുടുംബത്തിൽ ജനിച്ചതല്ല, അല്ലേ? നമ്മൾ ദൈവത്തിൻ്റെ ജനിച്ചില്ല എന്ന് മാത്രമല്ല, നമ്മൾ ശത്രുക്കളായിരുന്നു നമ്മെ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നിരപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരും ഇസ്രായേൽ കുടുംബത്തിൽ ജനിച്ചതല്ല. ഹല്ലേലൂയ. പക്ഷേ നമ്മളെ കുടുംബത്തിലേക്ക് ദത്തെടുത്ത് മകനെന്ന പദവി ദൈവം നൽകി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ കൃപ, അതാ പറയുന്നത്, കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി. കൃപയാലാണ് ഈ വീണ്ടെടുപ്പ്. നമുക്കാർക്കും യോഗ്യതയില്ലായിരുന്നു. നമുക്കാർക്കും ഈ കുടുംബത്തിൽ കയറി വരാൻ അർഹതയില്ലാത്ത സ്ഥാനത്ത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മെ ദത്തെടുത്ത് ഈ കുടുംബത്തിലാക്കി വെച്ച് സകല നന്മകളും അനുഭവിക്കുവാൻ ആ കാൽവരി ക്രൂശിലൂടെ നമുക്ക് നൽകിയ ആ പദവിക്കായി സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ജോലമോനെ നീഞ്ഞു വന്നേ. പ്രൈസ് ദി ലോർഡ്. ഈ കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഉദാഹരണം ജസ്റ്റ് പറയാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഒരു ഏകജാതനായ മോനുണ്ടെന്ന് വെച്ചു, ഒറ്റപുത്രൻ. അവനെ ഈ മോൻ കൊന്നുകളഞ്ഞു. എനിക്ക് അതിൻ്റെ മുൻപിൽ 3 ഡിസിഷൻ എടുക്കാം.
ഒന്നുകിൽ ഇവനെ എനിക്ക് കൊല്ലാം, അതിൻ്റെ പേരാണ് പ്രതികാരം എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ പകരം ചെയ്യുക. പഴയമത്തിലൊക്കെ കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും ഒക്കെ കൊടുക്കുന്ന പോലെ പ്രതികാരം ചെയ്യാം. 2, എനിക്കിവനെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാം, അല്ലേ? കേസ് കൊടുക്കാം, നിയമം അവനെ വിധിക്കും, അവന് നിയമം കൊടുക്കുന്ന ശിക്ഷ ന്യായമായും ആ മോൻ അനുഭവിക്കണം. ഈ 3 ഡിസിഷൻ, ഈ 2 എനിക്ക് പോവാം. 3 എനിക്ക് ഒരു ചോയ്സും കൂടെ എൻ്റെ മുൻപിലുണ്ട്. അതാണ് ദൈവം തൻ്റെ സ്നേഹത്തിൽ ചെയ്തത്. എന്താണെന്നറിയുമോ? ഹല്ലേലൂയ. കൃപയാൽ അവൻ്റെ പാപം ക്ഷമിച്ചിട്ട് എൻ്റെ നഷ്ടപ്പെട്ട മകന് പകരം അവനെ ദത്തെടുത്തു. ഹല്ലേലൂയ. ഓ പ്രൈസ് ദി ലോർഡ്. പോയിരുന്നു. ഇതാണ് കർത്താവ് കാൽവരി ചെയ്തത്. എത്ര നന്ദിയുള്ളവരായിരിക്കണം, എത്ര നന്ദിയുള്ളവരായിരിക്കണം. ഇതാ ദത്തെടുപ്പെന്ന് പറയുന്നത്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യാം. അവൻ ദൈവ കുടുംബത്തിലേക്ക് നമ്മെ ദത്തെടുത്തു. മറക്കരുത്, ഞാൻ മറക്കാതിരിക്കാനാ ഇങ്ങനെ ചെയ്യുന്നത്. ഹല്ലേലൂയ. കാര്യം നമ്മുടെ ഉള്ളിൽ അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5. കാര്യം ഈ യേശുവിൻ്റെ രക്തം കൊടുത്താണ് നമ്മെ ദത്തെടുത്തത്. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നു, നാം ആ ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നമ്മിൽ ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലാക്കി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അവിടെ 7 സ്റ്റെപ്പുകൾ കാണാം. നിങ്ങൾ വീട്ടിൽ പോയി വാക്യം ധ്യാനിക്കാൻ പറ്റുമെങ്കിൽ ധ്യാനിച്ചാൽ യേശുവിൻ്റെ താഴ്ചയുടെ 7 സ്റ്റെപ്പുകൾ. ദൈവമായിരുന്നു, അല്ലേ? ആദിയിൽ മനുഷ്യരെ സൃഷ്ടിക്കുമ്പോൾ തന്നെ നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യൻ, സർവ സൃഷ്ടിക്കും മുൻപേ ഉള്ളവൻ, ദൈവമായവൻ. പ്രൈസ് ദി ലോർഡ്. നാം ത്രിയേക ദൈവത്വത്തിൽ വിശ്വസിക്കുന്ന ആ ദൈവത്തിൻ്റെ ഒരു പാർട്ട് ഈ ഭൂമിയിലേക്ക് വന്നു, മനുഷ്യനായി തീർന്നു, യാഗമായി നമ്മുടെ പാപത്തിന് വേണ്ടി യാഗമായി തീർന്ന് അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. 7 സ്റ്റെപ്പ്. അതുകൊണ്ട് അതിൻ്റെ അടുത്ത വാക്യം, അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റു പറയുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. 7 സ്റ്റെപ്പ് താഴോട്ട് വന്നെങ്കിൽ അടുത്ത 7 സ്റ്റെപ്പുകൾ മുകളിലേക്ക് ദൈവം യേശുവിനെ ഉയർത്താനായിട്ടിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അല്ലേ നമ്മൾ വായിച്ച വേദഭാഗത്തിൻ്റെ അവസാന ഭാഗത്തിൽ അത് കഴിഞ്ഞുള്ള കാര്യം പറയുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവരെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തുകയും, ഞാൻ വായിക്കുന്നത് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യമാണ്. മരിച്ചവരുടെ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും തൻ്റെ കാൽക്കീഴിലാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാത്തിനും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന തൻ്റെ ശരീരമാം സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു തന്നെ താൻ താഴ്ത്തിയത് കൊണ്ട് അവനെ ഏറ്റവും ഉയർത്തിയിട്ട് സകല അധികാരവും കൊടുത്തിട്ട് തൻ്റെ ശരീരമാകാം സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടല്ലേ? ഓ പ്രൈസ് ദി ലോർഡ്. അവർ ഏറ്റവും ഉയർത്തിയെന്ന് മാത്രമല്ല, ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ നമ്മിലേക്ക് നൽകുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. പിതാവിന് ഇഷ്ടം തോന്നി. ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ അവൻ ദൈവത്തോട് സമമുള്ള യേശു
പുത്രത്വം എടുത്ത് ക്രിസ്തു പുത്രനായി ജീസസ് എന്ന പേരിൽ, യേശു എന്ന പേരിൽ, സാധാരണ നെയിമിൽ, അല്ലേ, യോശുവ എന്ന പദത്തിൻ്റെ പഴയമത്തിലെ അതേ അർത്ഥമാണ്. സാധാരണ ഒരു പേരിൽ പ്രൈസ് ദി ലോർഡ് മറിയിൽ വന്ന് ഉരുവായി, ഹല്ലേലൂയ, ഈ ലോകത്തെ കഷ്ടങ്ങൾ അനുഭവിച്ച്, പീഡകൾ അനുഭവിച്ച് നമുക്ക് വേണ്ടി കാൽവരി മലയിൽ യാഗമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പുത്രത്വം യേശു ഏറ്റെടുത്തു. ശബാധാരപര, അവൻ മനുഷ്യനായി വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തോട് സമമുള്ളവൻ ക്രിസ്തു യേശു എന്ന പേരിൽ മറിയിൽ ജനിച്ച് മനുഷ്യനായി പിറന്ന് പുത്രൻ എന്ന പദത്തിൽ ഭൂമിയിൽ സഞ്ചരിച്ചത് നമുക്കേതെനിൽ നഷ്ടപ്പെട്ട പുത്രത്വം മടക്കി തരാനാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ സാധാരണ പറയാറുണ്ട്, സ്വർഗത്തിൽ അളിയനും അനിയനും, ചേട്ടനും അനിയനും, അപ്പനും മോനും ഒന്നുമില്ല. പിന്നെ പുത്രൻ എന്ന പദം യേശു ഏറ്റെടുത്തത് ഏതെനിൽ നമുക്ക് നഷ്ടപ്പെട്ട ആ പുത്രത്വം മടക്കി തരാൻ. ഓ ശദരബ ലബരബ ശദാലബരബ, ഹല്ലേലൂയ. ദൈവകൃപ, ദൈവകൃപ, ദൈവകൃപ. യേശു ഭൂമി വന്നപ്പോൾ സംസാരിക്കുന്ന മുഴുവനും പിതാവേ, പിതാവേ, അല്ലേ, ഹല്ലേലൂയ. യേശു കുഞ്ഞായിരുന്നപ്പോൾ, ഹല്ലേലൂയ, ദേവാലയത്തിൽ മാതാപിതാക്കൾ പോയപ്പം യേശുവിനെ മിസ്സായിപ്പോയി. 2-3 ദിവസം കഴിഞ്ഞ് യേശുവിൻ്റെ ഇടയ്ക്ക് തിരിച്ചു ചെന്നപ്പം യേശു ചോദിക്കുന്നത്, എനിക്ക് എൻ്റെ പിതാവിൻ്റെതായ ഉള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ? ആ ചെറുപ്പം മുതൽ യേശുവിന് ബോധ്യമുണ്ട്, എനിക്കൊരു പിതാവുണ്ട്. ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒക്കെ യേശുവിൻ്റെ വാക്കുകളെല്ലാം, എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ എന്ത് ചോദിച്ചാലും എൻ്റെ പിതാവ് നൽകും. അങ്ങനെ പറയുന്നത് മുഴുവനും പിതാവ്, 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 പിതാവ്. അല്ലാതെ, അല്ലെ, യേശുവും ശിഷ്യന്മാരും കൂടെ സാധാരണ പ്രാർത്ഥിക്കാറുള്ള കാര്യം, യേശു ഒറ്റയ്ക്ക് മലമേൽ പോയിരുന്ന് പ്രാർത്ഥിക്കും, അല്ലേ? പ്രൈസ് ദി ലോർഡ്. കാര്യം, യേശുവിൻ്റെ പല പ്രാർത്ഥനയ്ക്കും ആമീൻ പറയാൻ ശിഷ്യന്മാർക്ക് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. 2 തലത്തിൽ നിന്നാണ് ആ പിതാവാം ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത്, യേശു ഭൂമിയിലായിരുന്നപ്പോൾ, തന്നെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ, ആദ്യം മുതൽ അവസാനം വരെ യേശുവിൻ്റെ ശുശ്രൂഷയുടെയൊക്കെ ധൈര്യം എന്ന് പറയുന്നത് ഒരു പിതാവുണ്ട്, പിതാവിൻ്റെ കൂടെയുണ്ട്, പിതാവിൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ യേശു ഒരു പ്രാവശ്യം ക്രൂശിൽ കിടന്നുകൊണ്ട് വിളിക്കുന്ന വിളിയാണ് 22-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ദാവീദ് വർഷങ്ങൾക്ക് മുമ്പേ എഴുതി വെച്ചു, ദൈവമേ, ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ക്രൂശിലെ ആ 7 മൊഴികളിൽ 3 മൊഴികളാണ് ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ കമ്മ്യൂണിക്കേഷനിൽ പോലും 2 പ്രാവശ്യവും പിതാവേ എന്നാ വിളിച്ചത്, അല്ലേ? ആദ്യത്തെ, ഹല്ലേലൂയ, ആ വിളി നമുക്കറിയാം, ഹല്ലേലൂയ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഏറ്റവും അവസാനത്തെ മൊഴി നമുക്കറിയാം, പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കൈകളിൽ പരമേൽപ്പിക്കുന്നു. 4-ാമത്തെ മൊഴിയാണ് പിന്നീടുള്ളത്. ആ മൊഴി ദൈവമേ എന്നാണ് വിളിച്ചത്, പിതാവേ എന്നല്ല. പക്ഷെ ആ മൊഴിക്ക് മുൻപ് 3 മണിക്കൂർ കൂരിരുട്ട് വ്യാപരിച്ചു. ദൈവത്തിന് യേശുവിൻ്റെ മുഖം കാണാൻ കഴിയാതെ, സ്വപുത്രൻ്റെ മുഖത്തെ കാണാൻ കഴിയാതെ മുഖം മറച്ചു കളഞ്ഞതിന് ശേഷം യേശു കഠിനമായ വേദനയിലൂടെയൊക്കെ പോയപ്പോൾ പിതാവ് മുഖം മറച്ചു കളഞ്ഞു, അല്ലേ? ആ മറച്ചു കളഞ്ഞ കൂരിരുട്ടിൽ നിന്ന് അതിനുശേഷം യേശു വിളിക്കുന്ന വിളിയ, ദൈവമേ, ദൈവമേ. ഹല്ലേലൂയ. 2-ാമത്തെ മൊഴി കള്ളനോട് സംസാരിക്കുന്നല്ലേ, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലേക്ക്. 3-ാമത്തെ മൊഴി, അല്ലെ, യോഹന്നാനെ വിളിച്ചിട്ട് മറിയെ ഏൽപ്പിക്കുക, അല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. മറിയെ ഏൽപ്പിക്കുകയാണ്, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. 5-ാമത്തെ മൊഴി നമുക്കറിയാം, എനിക്ക് ദാഹിക്കുന്നു എന്ന് യേശു പറയുന്നു, അല്ലേ? 6-ാമത്തെ മൊഴിയോ, ഹല്ലേലൂയ, ഇങ്ങനെ സകലം നിവർത്തിയായി എന്നൊരു പദം, നിവർത്തിയായി എന്നൊരു പദം പറഞ്ഞിട്ട് 7-ാം മൊഴി, പിതാവേ, എൻ്റെ ആത്മാവിനെ
അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എന്നാൽ ഈ 4-ാമത്തെ മൊഴിയിൽ മാത്രം താൻ ഒരിക്കലും ഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ വിളിക്കാത്ത ഒരു വിളി, ഏറ്റവും കഠിനമായ വേദനയിലൂടെ കടന്നുപോയി പിതാവ് മുഖം തിരിച്ചു കളഞ്ഞപ്പോൾ യേശു ആദ്യമായി വിളിച്ചു, ദൈവമേ ദൈവമേ. കാര്യം യേശുവിന് ആ കാൽവരിയിൽ ആ കഠിന വേദനയുടെ നടുവിൽ ഒരു നിമിഷം പുത്രത്വം നഷ്ടപ്പെട്ടു. ആ പുത്രത്വം നഷ്ടപ്പെട്ട ആ നിമിഷമാണ് നമുക്ക് വേണ്ടിയ പുത്രത്വം കൈമാറ്റം ചെയ്യപ്പെട്ടത്. നാം അനുഭവിക്കുന്ന എല്ലാ ആത്മീയ നന്മകളുടെ പിന്നിലും യേശു കാൽവരി കൊടുത്ത വിലയാണെന്ന് ഓർക്കണം. അവന്റെ രക്തത്തിന്റെ വിലയാണ്. ദൈവമക്കളെ, നിഗളിക്കാൻ ഒന്നുമില്ല, നാം ചെയ്യുന്നത് ഒന്നുമില്ല. നാം എന്തെങ്കിലും ചെയ്തു എന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ കാൽവരിയിൽ യേശു സഹിച്ചതോർത്ത് നിങ്ങൾ കമ്പയർ ചെയ്യണം. ആ സ്നേഹത്തിന് എന്ത് പകരം കൊടുക്കാൻ നമുക്ക് കഴിയും? ആ സ്നേഹത്തിന് എന്ത് പകരം കൊടുക്കാൻ? പ്രൈസ് ദി ലോർഡ്. പുത്രത്വം യേശുവിന് നിമിഷങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ, മാനവജാതിക്ക് ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ട പുത്രത്വം അത് നമ്മിലേക്ക് പകരപ്പെടുകയാണ്. ആ കാൽവരിയിലെ ആ നിമിഷങ്ങളിലാണ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടത്. യേശുവിൻ്റെ ആ യാഗത്താലാണ്. ഹല്ലേലൂയ. നമുക്ക് ആ സ്നേഹമോർത്ത് കർത്താവിനെ സ്തുതിക്കുവാനുള്ള അല്പനിമിഷങ്ങളാണ്. ഹല്ലേലൂയ. ഇതൊരു കൂട്ടായ്മയാണ്. ഇത് സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. ഈ സ്നേഹത്തെ മറന്നുപോയ നിമിഷങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ കാൽവരിയിലെ ത്യാഗത്തെ മറന്നുപോയ നിമിഷങ്ങൾ നമുക്കുണ്ട്. ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾ വന്നപ്പോൾ പലപ്പോഴും കർത്താവിൻ്റെ ക്രൂശിനെ വീണ്ടും നോവിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ഉണ്ടെങ്കിൽ ഒരു നിമിഷം ഞാൻ വേർതിരിക്കുകയാണ്. സൈലൻ്റായ ഒരു നിമിഷം വ്യക്തിപരമായി കർത്താവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ആ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇന്ന് പകൽക്കാലവും ഇതിൻ്റെ അകത്ത് ഒഴുകുന്നുണ്ട്. ലംഘനങ്ങളെ മറച്ചു വെക്കുന്നതിന് ശുഭം വരികയില്ല. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് വളരെ കരുണ ലഭിക്കും. എല്ലാവരും കണ്ണുകളെ അല്പം സമയം അടച്ച് ദൈവമായി ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താട്ട് സ്വയം ശോധന ചെയ്യുവാൻ, ദൈവമായി ഒരു നിരപ്പ് പ്രാപിപ്പാൻ അല്പസമയം വേർതിരിക്കുക. ഹല്ലേലൂയ. എല്ലാവരും ഞാനും ദൈവം മാത്രമാണ് ഇവിടെ. ആ ഒരു ചിന്തയിൽ ഹല്ലേലൂയ കൽവരിയിലേക്ക് നോക്കാം. പീലാത്തോസിന്റെ അരമന മുതൽ ഗോൽഗോഥ മല വരെയും വീണും എഴുന്നേറ്റും ഹല്ലേലൂയ നമുക്ക് വേണ്ടി സഹിച്ച കർത്താവിന്റെ ക്രൂശിനെ ആർക്കും വർണ്ണിച്ച് കേൾപ്പിക്കാൻ കഴിയില്ല കുഞ്ഞുങ്ങളെ. അത് കണ്ടുകൊണ്ട് ഇതിൽ നിന്ന് കരങ്ങൾ നീട്ടുവാൻ നമുക്കിടയാകട്ടെ. ആ ക്രൂശിനെ ധ്യാനിച്ച് ദൈവത്തോട് ക്ഷമ ചോദിക്കേണ്ട മേഖലകളിൽ ക്ഷമ ചോദിച്ച് അല്പസമയം ദൈവത്തിന്റെ സന്നിധിയിൽ ഏകാഗ്രതയോടെ ദൈവവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്താട്ട്